ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഇറാനിൽ നിന്നും ഇപ്പോൾ ഒഴിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇന്നലെ 7ാമത്തെ വിമാനവും ഡൽഹിയിലെത്തി. 285 ഇന്ത്യക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കൂടുതലും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഇതോടെ 1713 ഇന്ത്യക്കാരെയാണ് ഇറാനിൽ നിന്നും ഒഴിപ്പിച്ചിരിക്കുന്നത്. ആദ്യം അർമേനിയയിൽ എത്തിച്ചവരെ പ്രത്യേക വിമാനങ്ങളിൽ ദോഹയിലേക്ക് എത്തിച്ചു. അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇന്ത്യക്ക് വേണ്ടി ഇറാൻ വ്യോമപാതയൊക്കെയും തുറന്നത്. അതോടുകൂടിയാണ് ഇപ്പോൾ കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യ ഇറാനിലേക്ക് അയക്കുന്നത്. എന്തായാലും ഇപ്പോൾ 7 വിമാനങ്ങളാണ് നിലവിലെത്തിയിരിക്കുന്നത്. ഇന്നും കൂടുതൽ വിമാനങ്ങൾ അയക്കും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 10,000-ഓളം ഇന്ത്യക്കാരാണ് ഇറാനിലുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ അമേരിക്കയും കൂടെ യുദ്ധമുഖത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് കൂടുതൽ വിമാനങ്ങൾ അയച്ച് ഇന്ത്യക്കാരെ കൂടുതൽ വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. അതായത് എംബസി മുഖേന നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 3000-ഓളം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വേഗത്തിൽ ആരംഭിക്കുമെന്നാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇപ്പോൾ നിലവിൽ 1713 പേരാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരും അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇറാനിൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളിൽ എത്തുന്നതിൽ ഭൂരിഭാഗവും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള 3 പേരാണ് നിലവിലെത്തിയിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിലൊന്നും കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർ അല്ലെങ്കിൽ മലയാളികൾ ഈ വിമാനങ്ങളില്ലായിരുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസവുമായിരുന്നു 2 മലയാളികൾ വിമാനങ്ങളിലായി എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഇന്ത്യക്കാരെ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വേഗത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അമേരിക്ക കൂടി യുദ്ധമുഖത്തേക്ക് വന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഇറാൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു ഇടപെടലാണ്. എന്തായാലും ഇന്ത്യ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലൊക്കെയും നിരീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ആശങ്ക പ്രധാനമന്ത്രി രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഫോൺ സംഭാഷണം വ്യക്തമാക്കിയത്. ഏകദേശം 43 മിനിറ്റോളമാണ് ഫോൺ സംഭാഷണം നീണ്ടത്. പ്രധാനമായിട്ടും പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും ഒഴിവാക്കി സമവായത്തിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനോടും ഇസ്രായേലിനോടും ഒരേ നിലപാട് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അമേരിക്ക കൂടി ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ഒരു പ്രശ്ന സങ്കീർണതയിലേക്ക് ഈ പശ്ചിമേഷ്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പേരെ ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയും ഇന്നും 2 വിമാനങ്ങൾ എത്തുന്നുണ്ട്. വൈകിട്ടോട് കൂടിയാണ് 2 വിമാനങ്ങൾ എത്തുന്നത്. സാധാരണ വൈകിട്ട് 4 മണിക്ക് ഒരു വിമാനം എത്തും. അതിനുശേഷം രാത്രി 11 മണിയോട് കൂടിയാണ് മറ്റൊരു വിമാനം എത്തുന്നത്. ഇന്നും സമാനമായി തന്നെ 2 വിമാനം എത്തുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ 1713 പേരാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ പേരെ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്.